പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 2-ാമത്തെ തിരുവചനം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്കായി വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു. അതെ പ്രിയപ്പെട്ടവർ, നമ്മളിപ്പോൾ നമ്മുടെ സ്വർഗീയ വസതിയെ കണ്ടുകൊണ്ട് നമ്മൾ ആദ്യം പാടിയൊരു പാട്ട് വീണ്ടും പാടാൻ പോവുകയാണ്. ഒന്ന് എഴുന്നേറ്റ് നിന്ന് ശക്തമായി കരമടിച്ചുകൊണ്ട് ജീവനോടെ പാടണം. ഒന്ന് പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് എല്ലാവരും ചേരാം. ഉത്തരാമെരുശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇദ്ധരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. ഉത്തരാമെരുശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇദ്ധരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോട് കൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോട് കൂടെ വാഴുമേ. ചേർന്ന് പാടാം. ഉത്തരാമെരുശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇദ്ധരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ. ഉത്തരാമെരുശലേമിലെത്തും കാലമോർക്കുമ്പോൾ ഇദ്ധരയിൽ ഭേദമെല്ലാം മാഞ്ഞു പോകുന്നേ. എല്ലാവരും സ്വർഗീയ വസതിയെ കണ്ട് വലിയ സന്തോഷത്തോടെ വിശ്വാസത്തോടെ നമുക്ക് പാടി ആരാധിക്കാം. കാലുകൾ മാറ്റിച്ചെവിടെ നീതി സൂര്യ ശോഭയാലൻ നല്ല നീരുൾ മാറിയിടും. നീതിയും അനീതിയും അങ്ങില്ല ലേശവും. നീതി സൂര്യ ശോഭയാലൻ നല്ല നീരുൾ മാറിയിടും. നീതിയും അനീതിയും അങ്ങില്ല ലേശവും. സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിൻ നാളുകൾ. ആമേൻ. ശോകം രോഗം യുദ്ധം ക്രുദ്ധ ജാതികളിൽ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോൾ. ശോകം രോഗം യുദ്ധം ക്രുദ്ധ ജാതികളിൽ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോൾ. പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോട് കൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോട് കൂടെ വാഴുമേ. കരങ്ങൾ ഉയർത്തിയടിക്കാം. കരങ്ങളൊന്ന് കോർത്ത് പിടിക്കാം. കരങ്ങളൊന്ന് പരസ്പരം കോർത്ത്, കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച് കാലുകളൊന്ന് മാറ്റിച്ചവിടെ. എല്ലാവരും ചേർന്ന് സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവദൈവ മക്കളും. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവദൈവ മക്കളും. ഉല്ലാസഘോഷമാ സിയോനിൽ വന്നിടും. ദുഃഖം നടുവിപ്പും സർവവും തീർന്നിടും. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും. ശിവനോട്
നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. നിത്യ സന്തോഷം ശിരസിൽ വഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ കരങ്ങളെ ഉയർത്തി കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോട് കൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോട് കൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോട് കൂടെ വാഴുമേ. സന്തോഷത്തോടെ വലതുകര ഉയർത്തി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ശാന്തമായി ഇരിക്കും. എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ രണ്ട് സവിശേഷതകൾ ധ്യാനിക്കുവാൻ ഈ രാത്രിയിൽ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. യേശു അനന്യനായ ദൈവമാണ് എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ മറ്റൊരു ദൈവമില്ല. മനുഷ്യൻ്റെ വേദനകൾ മനസ്സിലാക്കുകയും അവൻ്റെ സഹനങ്ങൾ ശരീരത്തിൽ അനുഭവിക്കുകയും അവൻ്റെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ച് മനുഷ്യന് വേണ്ടി മരിച്ച മറ്റൊരു ദൈവമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു മരിച്ചപ്പോൾ എല്ലാം തീർന്നുവെന്ന് യഹൂദന്മാർ വിചാരിച്ചു. പക്ഷേ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് യേശു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം യേശുവിന് നൽകുന്ന ഏറ്റവും വലിയ വിശേഷണം യേശു ജീവിക്കുന്ന ദൈവമാണ് എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പാകെയാണ് ഈ രാത്രിയിൽ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുവാനിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിൽ യേശു തന്നെ ഇപ്രകാരം യോഹന്നാന് നൽകിയ വെളിപാടിൽ പറയുന്നുണ്ട്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അവസാനിക്കുന്നത് യേശുവിൻ്റെ ഈ വാഗ്ദാനത്തോടെയാണ്. ഇപ്രകാരം പറയുന്നു, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടൊപ്പമുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. യുഗാന്തം വരെ, ലോകത്തിൻ്റെ അവസാനം വരെ, എന്നും എല്ലാ നിമിഷവും ഞാൻ നിങ്ങളോടൊപ്പമുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ വസിക്കുന്ന ഒരു ദൈവം മാത്രമല്ല യേശു, ഇന്ന് എൻ്റെയും നിങ്ങളുടെയും വേദനകളിലും സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കുചേരുന്ന ജീവിക്കുന്ന ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് വേദനയുടെ അവസരങ്ങളിൽ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിൽ, നിസ്സഹായതയുടെ അനുഭവങ്ങളിൽ എൻ്റെ യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് ഹൃദയം തകർന്ന് ഏത് വ്യക്തി വിളിക്കുന്നുവോ അവൻ്റെ ജീവിതത്തിലേക്ക് വരുവാൻ സാധിക്കുന്നവനാണ്, അതിന് മനസ്സലിവുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ഇന്ന് ജീവിക്കുന്നു. ഏറ്റു പറയാം, യേശു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ഇന്നും ജീവിക്കുന്നു. ഇന്ന്
ഉച്ചകഴിഞ്ഞ് ഒരു സഹോദരിയുടെ ജീവിത അനുഭവം ഞാൻ കേട്ടു. അത് അക്ഷരാർത്ഥത്തിൽ എൻ്റെ കണ്ണുകളെ ഈറനണിയിച്ചു. ആ സഹോദരിയുടെ ഭർത്താവ് 3 കൊച്ചു കുട്ടികളോടുമൊത്ത് ചക്ക പറിക്കാൻ പോയതാണ് പറമ്പിൽ. ഈ 3 കുട്ടികളും കളിക്കുകയായിരുന്നു ഇദ്ദേഹം ചക്ക പറിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ. എന്നാൽ പെട്ടെന്ന് ഏറ്റവും ഇളയ കുട്ടി അപ്പൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല. പ്ലാവിൻ്റെ നേരെ താഴെയാണ് കുട്ടി നിൽക്കുന്നത്, അദ്ദേഹം അത് കാണുന്നില്ല. അദ്ദേഹം ഈ മുകളിലേക്ക് നോക്കി ചക്ക പറിക്കുന്ന തിരക്കിലാണ്. ഈ ചക്ക ഇങ്ങ് വലിച്ച് താഴെ ഇടുകയും താഴേക്ക് വീഴുമ്പോഴാണ് കൊച്ച് തൊട്ട് താഴെ ചക്ക ഈ പ്ലാവിൻ്റെ കീഴെ നിൽക്കുന്നതായിട്ട് കണ്ടത്. മോനെ എന്നൊന്ന് വിളിക്കാനേ സമയം കിട്ടിയുള്ളൂ, മാറ്റുവാൻ സമയം കിട്ടിയില്ല. ഈ ചക്ക നേരെ വന്നു വീണത് കുഞ്ഞിൻ്റെ തലയിലേക്കാണ്. കുഞ്ഞ് മുഖം കുത്തി നിലത്ത് വീണു. കുഞ്ഞിൻ്റെ ബോധം നഷ്ടപ്പെട്ടു. അപ്പനും അമ്മയും വലിയ നിലവിളിയോടെ ഈ കുഞ്ഞിനെയും കൊണ്ട് മെഡിക്കൽ കോളേജ് ആസ്പത്രിയിലേക്ക് പോവുകയാണ്. കൈയും കാലുകളും അനങ്ങുന്നില്ല, ഏകദേശം മരിച്ച നിലയിലാണ്. അമ്മ ഇങ്ങനെ വാവിട്ട് കരയുകയാണ്, അപ്പനും കരയുന്നുണ്ട്. കുറേ നേരം കരഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഒരു തിരിച്ചറിവുണ്ടായി. വെറുതെ ഇങ്ങനെ കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. പ്രൈസ് ദി ലോർഡ്. കരയുകയാണെങ്കിൽ നിലവിളി കേൾക്കുന്നവനായ ദൈവത്തെ വിളിച്ച് കരയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് വലിയൊരു തിരിച്ചറിവാണ്. നമ്മൾ പലപ്പോഴും വെറുതെ കരയുകയാണ്. കരയുന്നത് ദൈവസന്നിധിയിലായിരിക്കണം. നിന്റെ കണ്ണുനീര് ചൊരിയേണ്ടത് നിന്നെ സഹായിക്കുവാൻ രക്ഷിക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ സന്നിധിയിലാണ് കരയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആ തിരിച്ചറിവുണ്ടായപ്പോൾ ആ സഹോദരി കരച്ചിൽ നിർത്തി. മനസ്സിൻ്റെ സമനില വീണ്ടെടുത്തു. ഓടിക്കൊണ്ടിരിക്കുന്ന ആ വണ്ടിയിൽ അവൾ കുഞ്ഞിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി. ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശടയാളം വരച്ചു. കുരിശാണ് വിജയം, വിജയത്തിൻ്റെ അടയാളം. പ്രൈസ് ദി ലോർഡ്. കുരിശടയാളം വരച്ച് ആ അമ്മ കണ്ണുനീരോടെ ഇപ്രകാരം പ്രാർത്ഥിച്ചു: നസ്രായനായ യേശുവേ, എൻ്റെ കുഞ്ഞിന് ജീവൻ തിരിച്ചു തരണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനുശേഷം ആ അമ്മ ഇപ്രകാരം പ്രാർത്ഥിച്ചു: അമ്മേ, മാതാവേ, അമ്മയ്ക്ക് കുഞ്ഞ് പിറന്നപ്പോൾ എത്ര സന്തോഷമായിരുന്നു. എന്നാൽ ആ കുഞ്ഞ് മരിച്ചപ്പോൾ അമ്മ ഒത്തിരി വേദനിച്ചു. ആ കുഞ്ഞ് വീണ്ടും ഉയർത്തെഴുന്നേറ്റപ്പോൾ അമ്മയ്ക്ക് വീണ്ടും സന്തോഷമുണ്ടായി. അതുപോലെ എൻ്റെ ഈ കുഞ്ഞിനെ ജീവനോടെ തിരിച്ചു തരുവാനായി അമ്മ യേശുവിൻ്റെ പക്കൽ പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് യേശുവിനെ പ്രാർത്ഥിക്കുവാൻ നമ്മെ സഹായിക്കുവാനായി പരിശുദ്ധ അമ്മയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മെഡിക്കൽ കോളേജിൽ ചെന്നു. കുട്ടിക്ക് ബോധമില്ല, ഇങ്ങനെ തളർന്ന് കിടക്കുകയാണ്. മരുന്നുകളൊന്നും ഫലിക്കുന്നില്ല. പക്ഷേ ആ രാത്രിയിൽ ജീവിക്കുന്നവനായ ദൈവം, നസ്രായനായ യേശു ആ കുഞ്ഞിന്റെ ബെഡിനരികേക്ക് ചെന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിറ്റേ ദിവസമായപ്പോൾ ഈ കുഞ്ഞ് വളരെ ആരോഗ്യത്തോടെ എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു: എനിക്ക് ഭക്ഷണം വേണം, വിശക്കുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 കുട്ടികളുടെ ജീവിത അനുഭവം, ദൈവം യേശു അവരുടെ ജീവിതത്തിൽ ഇടപെട്ടത് ഞാൻ വായിക്കട്ടെ. ഒന്ന്, കണ്ണൂർ ജില്ലയിൽ നടുവിൽ എന്ന സ്ഥലത്ത് നിന്നാണ് മകളുടെ അമ്മ സാലി ചാക്കോ എഴുതിയിരിക്കുന്നത്. മകള് BSc പഠിക്കുകയാണ്, BSc നേഴ്സിങ്ങിന് പഠിക്കുകയാണ്. പഠിക്കുമ്പോൾ അവൾക്ക് വലിയൊരു പ്രയാസമുണ്ടായിരുന്നു. പഠിക്കുന്ന പാഠങ്ങൾ തലയിൽ നിൽക്കുന്നില്ല, എല്ലാം പെട്ടെന്ന് മറന്നു പോകുന്നു. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമമായ കാര്യമാണ്. കഷ്ടപ്പെട്ട് പഠിക്കുന്നു, പക്ഷേ ഒന്നും പഠിച്ച് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഈ കുഞ്ഞ്
വീട്ടിലേക്ക് ഫോൺ വിളിച്ച് പറഞ്ഞു, അമ്മേ എനിക്ക് വലിയ സങ്കടമാണ്, ഞാൻ പഠിച്ചതൊന്നും ഓർക്കുന്നില്ല. അമ്മ അതുകൊണ്ട് ശാലോമിലെ നൈറ്റ് വിജിലിലേക്ക് ഒരു പ്രാർത്ഥനാപേക്ഷ എഴുതണം, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അമ്മ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥന അപേക്ഷ എഴുതി കണ്ണുനീരോടെ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ എഴുതിയിരിക്കുകയാണ്, അമ്മേ എനിക്ക് പരീക്ഷ വളരെ എളുപ്പമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു കത്ത് തിരുവനന്തപുരത്ത് നിന്നാണ് എഴുതിയിരിക്കുന്നത്. മോളി എന്ന സഹോദരിയാണ് എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം എൻ്റെ മകൾ എൻട്രൻസിന് റിപ്പീറ്റർ കോഴ്സിന് പോയിരുന്നു. അവൾക്ക് 12ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ടെൻഷൻ കാരണം പലപ്പോഴും കോച്ചിങ് ക്ലാസ്സിലെ ടെസ്റ്റിന് റാങ്ക് കിട്ടിയിരുന്നില്ല. ഞാൻ 2012 ജനുവരി മുതലുള്ള എല്ലാ നൈറ്റ് വിജിലിനും ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കുകയും പ്രെയർ റിക്വസ്റ്റ് അയക്കുകയും ചെയ്തിരുന്നു. അവൾക്ക് കേരള എൻട്രൻസിൽ പ്രൈവറ്റ് കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത്. എങ്കിലും മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് ടെസ്റ്റിൽ സ്കോളർഷിപ്പ് സീറ്റ് കിട്ടുവാനിടയായി. ഇത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. അവളിപ്പോൾ KMC മാംഗ്ലൂരിൽ പഠിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരീക്ഷയ്ക്ക്, കോച്ചിങ് പരീക്ഷയ്ക്ക് വളരെ റാങ്ക് പുറകിലായിരുന്ന ആ കുട്ടിക്ക് അവളുടെ മാതാപിതാക്കൾക്ക് വലിയ ഉത്കണ്ഠയുണ്ടായിരുന്നു, അവൾക്ക് മെഡിസിൻ ഒരു സീറ്റ് കിട്ടുമോ എന്ന്. എന്നാൽ നിരന്തരമായി അമ്മ 2012 ജനുവരി മുതൽ ഈ കുഞ്ഞിന് വേണ്ടി, അവളുടെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. കർത്താവായ യേശു അവളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് അത്ഭുതകരമായി കർണാടകയിലെ KMC മെഡിക്കൽ കോളേജിൽ ആ കുഞ്ഞിന് വേണ്ടി ഒരു സീറ്റ് വാങ്ങിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് നമുക്ക് യേശുവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ രണ്ടാമത്തെ പ്രത്യേകത, യേശു എപ്പോഴും വിശ്വസ്തനായ ദൈവമാണ് എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. യേശു എപ്പോഴും വിശ്വസ്തനായ ദൈവമാണ്. നമ്മൾ അവിശ്വസ്തത കാണിക്കുമ്പോഴും യേശു നമ്മളോട് വിശ്വസ്തത കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ഒരിക്കലും നമ്മെ ഉപേക്ഷിച്ച് പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായ ഹൃദയസ്പർശിയായ ഒരു ഉദാഹരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിലാണ്. യേശു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് വേണ്ടി, ആ പ്രിയപ്പെട്ട ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ തന്നെ ഉപേക്ഷിച്ചു പോയ, താൻ ഏൽപ്പിച്ച ദൗത്യം ഉപേക്ഷിച്ചു പോയ ആ ശിഷ്യന്മാർക്ക് വേണ്ടി വലിയ ഒരു സദ്യ, സ്നേഹവിരുന്ന് ഒരുക്കുന്ന മനോഹരമായ ചിത്രമാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു 3 വർഷങ്ങൾക്ക് മുമ്പ് ഈ 12 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ യേശുവിന് ഒത്തിരി വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഈ ലോകത്തിൽ എൻ്റെ രക്ഷാകര ദൗത്യം തുടർന്നു കൊണ്ടുപോകുവാനായിട്ട് സ്ഥാപിക്കുന്ന സഭയുടെ 12 തൂണുകളായിട്ടാണ് ആ 12 ശിഷ്യന്മാരെയും യേശു തിരഞ്ഞെടുത്തത്. അവരെ അത്രമാത്രം സ്നേഹിച്ചു. തൻ്റെ ജീവൻ പോലും അവർക്ക് പകർന്നു നൽകി, പരിശീലനം നൽകി, സുവിശേഷം പ്രചരിപ്പിക്കുവാൻ, പ്രസംഗിക്കുവാനായിട്ട് അവർക്ക് അവസരം നൽകി, രോഗശാന്തി ശുശ്രൂഷകൾ നടത്തുവാനായിട്ട് അധികാരം നൽകി, പിശാചുക്കളുടെ മേൽ അധികാരം നൽകി. അങ്ങനെ പൂർണ്ണമായിട്ടും അവരെ പരിശീലിപ്പിച്ച് യേശു കുരിശ് മരണത്തിന് കീഴടങ്ങി. യേശു കുരിശിൽ മരിച്ചപ്പോൾ ഈ ശിഷ്യന്മാർക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. അവർ വിചാരിച്ചു എല്ലാം തീർന്നു. നമ്മളങ്ങനെയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ, വലിയൊരു പ്രശ്നം വരുമ്പോൾ പിന്നെ നമ്മൾ ദൈവത്തെ മറന്നുപോകും. പെട്ടെന്ന് നമ്മൾ നിരാശയ്ക്ക് അടിമകളാകും. ഈ ശിഷ്യന്മാർ അത് തന്നെയാണ് ചെയ്തത്. യേശുവിൻ്റെ കുരിശ് മരണത്തിന് ശേഷം അവർക്ക് അവരുടെ ദർശനങ്ങൾ നഷ്ടപ്പെട്ടു. അവർ ഒതുങ്ങിക്കൂടി. ഒരു മുറിയിലിരിക്കുമ്പോൾ അവർ വിചാരിച്ചു എല്ലാം തീർന്നു, എങ്കിൽ പഴയ പണിയിലേക്ക് തന്നെ പോയി കളയാം. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. മീൻ പിടിക്കാൻ പോകുവാനല്ല പത്രോസിനെയും കൂട്ടുകാരെയും യേശു 3 വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചത്, മനുഷ്യരെ പിടിക്കുവാൻ വേണ്ടിയിട്ടാണ്.
എന്നാൽ ആ നിരാശയുടെ ആ നിമിഷങ്ങളിൽ പത്രോസ് ഒരു തീരുമാനമെടുത്തു. ഞാൻ യേശുവിനെ ഉപേക്ഷിക്കുകയാണ്, ഞാൻ പഴയ ജോലിക്ക് പോവുകയാണ്. പത്രോസ് അങ്ങനെ പോയപ്പോൾ കൂട്ടുകാരും പത്രോസിനെ അനുഗമിച്ചു. രാത്രി മുഴുവനും അവര് ആ കടലില്, ഗലീലിയ കടലില് അവരധ്വാനിച്ചു. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു അവർക്ക് ഒരു മീനെ പോലും പിടിക്കുവാൻ പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വലിയൊരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. യേശുവിനോട് കൂടെ ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ട ഓരോ വ്യക്തിയും യേശുവിനോട് കൂടെ തന്നെ ജീവിതത്തിന്റെ അവസാനം വരെയുമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് നീ ജീവിക്കുവാൻ തുടങ്ങിയാൽ ഒരിക്കലും നിന്റെ ജീവിതത്തില് വിജയം നേടുവാനായിട്ട് സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രഗത്ഭരായ മുക്കുവന്മാർക്ക് ഒരു മീനെ പോലും കിട്ടിയില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സില്, ഹൃദയത്തിന്റെ ഭിത്തിയില് കൊത്തിവെക്കേണ്ട സത്യമതാണ്. യേശുവിനോട് കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ എനിക്ക് ജീവിതത്തില് ഉയരങ്ങൾ കീഴടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരം വെളുത്തു. അവര് തോണിയും തുഴഞ്ഞ് കരയ്ക്ക് വരുമ്പോൾ കാണുന്നത് ഇതാ ഒരു മനുഷ്യൻ നിൽക്കുന്നു. ആ മനുഷ്യൻ ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? കുഞ്ഞുങ്ങളെ എന്നാണ് വിളിക്കുന്നത്. പ്രായമുള്ളവരാണ്, പക്ഷേ യേശു അവരെ വിളിക്കുന്നത് കുഞ്ഞുങ്ങളെ എന്നാണ്. അവരെ സ്നേഹിച്ചുകൊണ്ട് ആ യേശുവിനറിയാം ഇവര് ആത്മീയ ശിശുക്കളാണ്, താൻ കൊടുത്ത പാഠങ്ങളൊന്നും പഠിക്കാത്ത കുഞ്ഞുങ്ങളാണെന്ന് യേശുവിനറിയാം. ശകാരിച്ചില്ല, വഴക്ക് പറഞ്ഞില്ല. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഈ 11 സസ്പെൻഡ് ചെയ്യും. വേറെ 12 പേരെ എടുത്ത് സഭയുടെ അടിസ്ഥാനങ്ങളാക്കി അവരെ നിയമിക്കും. യേശു അതല്ല ചെയ്തത്. നഷ്ടപ്പെട്ടു പോയ, ഉപേക്ഷിച്ചു പോയ അവരെ സ്നേഹിച്ചുകൊണ്ട് വീണ്ടെടുക്കുകയാണ് യേശു ചെയ്തത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ചോദിച്ചു, മീൻ വല്ലതും കിട്ടിയോ? അവര് പറഞ്ഞു ഒന്നും കിട്ടിയില്ല. അവര് ഏറ്റുപറയുകയാണ്, കുമ്പസാരിക്കുകയാണ്. ഉടനെ യേശു പറഞ്ഞു, നിങ്ങൾ വള്ളത്തിന്റെ വലതുവശത്ത് വലയിറക്കുക. നേരത്തെ അവർ വലയിറക്കിയതാണ്, വലതുവശത്തും ഇടതുവശത്തും ഇറക്കിയതാണ്, പക്ഷെ ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ യേശുവിന്റെ കൽപ്പനയനുസരിച്ച് വള്ളത്തിന്റെ വലതുവശത്ത് വലയിറക്കിയപ്പോൾ അവർക്ക് വല നിറയെ മത്സ്യങ്ങൾ കിട്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ അധ്വാനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് നമ്മൾ മനോഹരമായിട്ടുള്ള കാര്യം കാണുന്നത്. ഇതാ അവര് കാണുന്നത് ഇതാണ്, തീ കൂട്ടിയിരിക്കുന്നു, മീൻ വെച്ചിരിക്കുന്നു, അപ്പം ചുട്ടിരിക്കുന്നു. യേശു തന്നെ ഉപേക്ഷിച്ചു പോയ ശിഷ്യന്മാരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് വിരുന്നൊരുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവര് പിടിച്ച മീനല്ല, യേശു നൽകിയ മീനാണ്, യേശു ചുട്ട അപ്പമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിനറിയാം ഇവരുടെ ആത്മാഭിമാനം അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്കൊരു അപകർഷതാബോധമുണ്ട്. ഞാൻ തന്നെ ഇവർക്ക് മീൻ കൊടുത്താൽ അവർക്കതൊരു വിഷമമായിരിക്കും. അതുകൊണ്ട് യേശു എന്ത് ചെയ്യുന്നു? അവരോട് പറയുകയാണ്, നിങ്ങൾ പിടിച്ച മീൻ കൊണ്ടുവരിക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് യേശുവിന്റെ പ്രത്യേകത. നമ്മളെ മാനിക്കുന്നവനാണ് യേശു. നമ്മുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കുന്നവനാണ് യേശു. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും കുറ്റപ്പെടുത്തി തള്ളിക്കളയുന്നില്ല. ഇതാ ഞാൻ ഉണ്ടാക്കിയ മീൻ നിങ്ങൾ കഴിച്ചുകൊള്ളൂ എന്നല്ല യേശു പറയുന്നത്. നിങ്ങൾ പിടിച്ചതും കൊണ്ടുവരിക, അതും കൂടെ കൂട്ടിക്കലർത്തി നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്കൊരു തിരിച്ചറിവുണ്ടായി. വിശുദ്ധ ഗ്രന്ഥം പ്രകാരം പറയുന്നു, ഇത് ആരാണ് എന്ന് ശിഷ്യന്മാരാരും യേശുവിനോട് ചോദിച്ചില്ല. കാരണം അത് കർത്താവാണ് എന്ന് അവർ അറിഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ അറിഞ്ഞു? കർത്താവാണെന്ന് എങ്ങനെ അവരറിഞ്ഞു? അവർക്കറിയാം ഈ സ്നേഹം നൽകുവാൻ സാധിക്കുന്നത്, ക്ഷമിച്ച് സ്നേഹിക്കുവാൻ സാധിക്കുന്നത് ആർക്ക് മാത്രമേ പറ്റുകയുള്ളൂ? യേശുവിന് മാത്രമേ പറ്റുകയുള്ളൂ. യേശു ഇതിനു മുമ്പ് പല ഉദാഹരണങ്ങൾ അവരുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. ഈ അനുഭവത്തിലൂടെ യേശു അവരെ വീണ്ടും പഠിപ്പിക്കുകയായിരുന്നു, ഞാൻ കർത്താവാണ്, സ്നേഹിക്കുന്നവരാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലാം. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അപകർഷതാ ബോധങ്ങളുണ്ടാകാം. എൻ്റെ യേശു എന്നെ സമൃദ്ധമായി അനുഗ്രഹിച്ചിട്ടും ഞാൻ യേശുവിൻ്റെ പക്കൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടല്ലോ, ലോകത്തിൻ്റെ വഴികളിലേക്ക് പോയിട്ടുണ്ടല്ലോ എന്ന ചിന്തയുണ്ട് എങ്കിൽ ഈ രാത്രിയിൽ അതെല്ലാം ഉപേക്ഷിക്കുക. സ്വതന്ത്രമായ മനസ്സോടെ
സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരിക. നിന്റെ കഴിഞ്ഞകാല പാപങ്ങൾ അവിടെ നോക്കുകയില്ല. നിന്റെ ഇപ്പോഴത്തെ മനസ്സിൻ്റെ അവസ്ഥയാണ് യേശു നോക്കുന്നത്. ഹൃദയം തകർന്നുകൊണ്ട് ഈ രാത്രിയിൽ നീ ദൈവത്തെ, യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുക. അവിടുത്തെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നിന്റെ കുടുംബത്തിൽ, വ്യക്തി ജീവിതത്തിൽ, ശുശ്രൂഷകളിൽ സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ശാന്തമായി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. യേശുവിൻ്റെ 2 സവിശേഷതകൾ മനസ്സിലേക്ക് മായാത്ത രീതിയിൽ നമുക്ക് കുറിച്ചിടാം. ജീവിതത്തിൻ്റെ എല്ലാ നാളുകളിലും ഇത് ഓർത്തിരിക്കാം. യേശു അനന്യനായ ദൈവമാണ്. അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ച ദൈവമാണ്. എന്നാൽ അവിടുന്ന് ഇന്ന് എൻ്റെ കൂടെ ജീവിക്കുന്ന സർവശക്തനായ ദൈവമാണ്. എൻ്റെ വേദനകൾ അവിടുന്ന് കാണുന്നുണ്ട്. എൻ്റെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ അവിടുന്ന് കാണുന്നുണ്ട്. എൻ്റെ ഉത്കണ്ഠകൾ അവിടുന്ന് അറിയുന്നുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ യേശു മനസ്സിലാക്കുന്നുണ്ട്. സാമ്പത്തികമായ പ്രയാസങ്ങൾ അവിടുന്ന് അറിയുന്നുണ്ട്. രോഗങ്ങൾ അവിടുന്ന് അറിയുന്നുണ്ട്. ഓരോ ചെറിയ ചിന്ത പോലും തിരിച്ചറിയുന്ന ജീവിക്കുന്നവനായ ദൈവത്തെ നമുക്ക് ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ആരാധിക്കാം. കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് ഈ രാത്രിയിൽ അവിടുന്ന് കടന്നു വരണമേ. അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ അപകർഷതാബോധവും ഉപേക്ഷിക്കാം. കർത്താവിൻ്റെ അടുത്തേക്ക് സ്വാതന്ത്ര്യത്തോടെ നമുക്ക് കടന്നു വരാം. കർത്താവ് ഒരിക്കലും നമ്മളെ കുറ്റപ്പെടുത്തുകയില്ല. ആ വലിയ സ്നേഹത്തിൻ്റെ മുമ്പിൽ, ആ മഹാനദിയുടെ മുമ്പിൽ നമ്മുടെ എല്ലാ പാപക്കറകളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. കർത്താവേ, എന്നെ ഈ രാത്രിയിൽ അങ്ങയുടെ മകനായി സ്വീകരിക്കണമേ, അങ്ങയുടെ മകളായി സ്വീകരിക്കണമേ. സ്വർഗം തുറന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് മനസ്സുയർത്തുന്നതിന് പ്രതീകമായിട്ട് ഇരുകരങ്ങളെയും ഉയർത്തി യേശുവിൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട് വലിയ ആനന്ദത്തോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ആരാധിക്കാം. സ്നേഹത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം. സന്തോഷത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും അവിടുന്ന് തൃക്കൺ പാർക്കണമേ. കർത്താവെ, ഉയർത്തിയിരിക്കുന്ന ഓരോ കരങ്ങളെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അങ്ങയെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. കർത്താവരുടെ കുടുംബങ്ങളിലേക്ക് കടന്നിരണമേ. കർത്താവരുടെ ജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരൊപ്പണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളോടൊപ്പം ജീവിക്കുന്നവനാണല്ലോ. ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീരൊപ്പുന്നവനായ അങ്ങയെ ഞങ്ങൾ കാണുന്നു. കർത്താവേ, ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കലും ഞങ്ങളെ വിട്ടുപോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലകളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ അവസ്ഥകളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഴമായ ദൈവാനുഭവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിന്റെ മുറിവുകളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരു രക്തത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ മുദ്രകുത്തണമേ. വിശുദ്ധ കുരിശിനെ സംരക്ഷണം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് യേശുവിനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. ആത്മസഖി എന്റെ യേശുവേ, എന്റെ ജീവനെ, എന്റെ ആശയേ, ഒന്നു മാത്രമേ. എല്ലാം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ നീ മാത്രമേ, നീ മാത്രമേ. ആത്മസഖി എന്റെ യേശുവേ, എന്റെ ജീവനെ, എന്റെ ആശയേ, ഒന്നു മാത്രമേ. കണ്ണുകളെ അടച്ച് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ, ഈ രാത്രിയിൽ
ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും ഈശോയുടെ തിരുക്കരങ്ങളിൽ ഉയർത്തി പ്രാർത്ഥിക്കണമേ. ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവ് കരുണാപൂർവം കാണുവാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാനായി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാനായി ഈശോയുടെ കരങ്ങളിലേക്ക് ഉയർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ശലോം ടെലിവിഷന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യോസേഫ് പിതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.